ഹലോ, അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. മർക്കസിന്റെ ഓഫീസല്ലേ? അതെ. ഞാൻ വിളിക്കുന്നത് ഗൾഫിൽ നിന്നാണ്. ഇവരെ എസ് കെക്കാരെ സുപ്രഭാതത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞല്ലോ. അപ്പോ അവരിടക്ക് യാതൊരു നിവൃത്തിയില്ല. ഇപ്പൊ ചോദ്യങ്ങൾ ഇങ്ങനെ വരികയാണ്, നിങ്ങളെ പള്ളിയെടുപ്പോ, നിങ്ങളെ പള്ളിയെടുപ്പിന്. എന്താ ഉസ്താദ് ഒരു മറുപടി ഇപ്പം ഇനി പറയാനുള്ളത്? എന്തിനാ നിങ്ങൾ ബേജാറാണ്? ഒക്കെ നമ്മളെ നേതാക്കന്മാർ അതിന്റെ സമയത്ത് ചെയ്യുന്നതാണ് പറഞ്ഞാൽ മതി. നിങ്ങൾ എല്ലാ ഓല് ചോദിക്കുന്നത് എപ്പോഴാണ് ഉണ്ടാകുക എന്നുള്ള ചോദ്യം. അതിനെന്തിനാണ് നിങ്ങൾ ഓരോട് മറുപടി നിൽക്കുന്നത്? അത് ഞങ്ങൾ നേതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞാണ്, അതിനനുസരിച്ചുള്ള മറുപടി നിങ്ങൾ പറയണോ? അല്ല, ഓരിപ്പോ ചോദിക്കും 4 കൊല്ലായില്ലേ എന്നല്ല. അപ്പൊ 4 കൊല്ലായി എന്നുള്ളപ്പോ ഒരു പറയാം. അപ്പൊ 4 കൊല്ലായാലും ഇപ്പൊ ആ പള്ളി തീരുന്നുള്ളതാ? 4 കൊല്ലം കൊണ്ട് തീർക്കുന്നു പറഞ്ഞു. അല്ല, അതിന്റെ ഇടയ്ക്ക് ഉസ്താദ് പിന്നെ പള്ളിക്ക് പിരിച്ചിട്ടില്ല എന്ന് ഇങ്ങനെ പറയുന്നു പറഞ്ഞാൽ അത് ശരിയാണ്? പള്ളിക്ക് പിരിച്ചിട്ടില്ല അപ്പൊ സംഭവം? പള്ളിക്ക് പിരിച്ചിട്ടില്ല, ഞങ്ങൾക്കറിയില്ല. പള്ളിക്ക് പിരിച്ചിട്ട് ഉണ്ടോ അല്ലേ ഇല്ലേ എങ്ങനെയാ ശരിക്ക്? പള്ളിക്ക് പിരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഉസ്താദ് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പള്ളിക്ക് പിരിവ് നടത്തിയിട്ടില്ല എന്നാണല്ലോ പത്രത്തിൽ വന്ന സത്യവാങ്മൂല റിപ്പോർട്ടിലുള്ളത്. ആ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പിരിവ് നടത്തിയിട്ടില്ല. സാധാരണ എത്ര ആളെ കൊള്ളുന്നത് പള്ളി ഉണ്ടാക്കുകയും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ്. അല്ല, അതില് അതിന് മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ അതിന്റെ സമയത്ത് അതിന് വരും എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. എല്ലാ ഉസ്താദെ വന്നെന്ന് കരുതിയിട്ടിപ്പോ അല്ല, അതില് സത്യവാങ്മൂലത്തിലും അതുപോലെ തന്നെ മാതൃഭൂമിയിൽ കാര്യമായിട്ട് SKSF എടുത്തു കാണിക്കുന്നത് നൽകിയ നിങ്ങൾ അതിന് മറുപടി പറയാൻ പോയിട്ടുള്ള ഓരോ വിഷയങ്ങളാണ്. അല്ല, മുമ്പ് നമ്മൾ എല്ലാ വിഷയത്തിലും മറുപടി പറയുന്ന നമ്മൾ പിന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ മറുപടി പറയാതിരുന്ന ഒരു മോശമല്ലേ? അത് നിങ്ങൾ മറുപടി പറയാൻ നിന്നാൽ ഇപ്പൊ നിങ്ങൾ പള്ളി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വേഗം തീർക്കാൻ കഴിയും. അല്ല, 2 കൊല്ലം കൊണ്ട് തീരുമെന്നാണ് അന്ന് ഇംഗ്ലീഷ് പത്രത്തിലൊക്കെ കൊടുത്ത അഭിമുഖം. അപ്പോ പിന്നെ എന്നാ അതെങ്ങനെ പറയാ? അപ്പൊ ഇവരെ വേറൊരു ചോദ്യം ഉണ്ട് ഉസ്താദ്, അതിന് മറുപടി ഒന്ന് പറയാം. എത്ര കാശ് ഇതുവരെ നിങ്ങൾ പിരിച്ചു എന്നല്ല, അത് നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അത് നിങ്ങൾ സുപ്രഭാതത്തിന് എത്ര ക്യാഷ് പിരിച്ചു എന്നുള്ളവരോട് ചോദിക്കും. എങ്ങനെ നമുക്ക് ഇതിന്റെ മറുപടി പറയാം. എങ്ങനെ സുപ്രഭാതത്തിന് എത്ര പിരിച്ചു ചോദിക്കുന്നത്? അല്ല, അതിന്റെ ഫൗണ്ടേഷൻ കാണുന്നുണ്ടല്ലോ എന്ന് അതൊക്കെ ചോദിച്ചു. ഫൗണ്ടേഷൻ കാണുന്നുണ്ടല്ലോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. നിങ്ങളെ ഒരു കരിങ്കല്ലിന്റെ കഷ്ണെങ്കിലും കാണിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നേ. എന്തിന്റെ ഫൗണ്ടേഷന്? സുപ്രഭാതം എന്നൊരു പത്രം 6 എഡിഷൻ തുടങ്ങിയില്ലേ? ഓൺലൈൻ എഡിഷൻ ഹൈദരലി തങ്ങൾ ഇപ്പൊ ഓൺലൈൻ എഡിഷൻ തുടങ്ങാൻ ഇപ്പൊ എത്ര പണിയുണ്ടോ? എല്ലാം അതല്ല, സെപ്റ്റംബർ 1 പിന്നെ ഇറങ്ങാണല്ലോ. ഇനി ഏറി വന്ന ഒരു മാസമല്ലേ ഉള്ളൂ. ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം അപ്പൊ ഇറങ്ങട്ടെ. അപ്പൊ ഈ മദ്രസന്നൊക്കെ പിരിച്ച പൈസ ഇടാൻ ചോദിക്കും. ഓ മദ്രസന്ന് കുട്ടികളോടൊക്കെ പൈസ പിരിച്ചല്ലോ, അതൊക്കെ ഇടാൻ ചോദിക്കും. അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പറയുന്ന 6 എഡിഷൻ കാണുന്നില്ലേ? പിന്നെ കേരളത്തിലെ 3-ാം സ്ഥാനത്ത് എന്ന് പറയുന്നത് ഈ പത്രം. അതായത് മനോരമക്കും മാതൃഭൂമിക്കും ശേഷം 3-ാം സ്ഥാനത്താണ് പത്രം ഉള്ളത് എന്നൊക്കെ. ഇനിയിപ്പോ പറഞ്ഞാലിപ്പോ ഓൺലൈൻ അല്ല ഓൺലൈൻ എഡിഷൻ ഇല്ല, അത് ചെയ്യാൻ അതല്ല പറയുന്നത്. ഓല് പിരിച്ചത് പകരത്തിന് ഇപ്പൊ ഇങ്ങനത്തെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതൊന്നും അല്ല അതിന്റെ ആവശ്യം. അല്ല, ഞാനിനി പഠിക്കാൻ വേണ്ടി ചോദിക്കാണ്, ഇനി ഓലോട് പറയാൻ വേണ്ടിട്ടില്ല. ഏകദേശം പള്ളി എപ്പോഴത്തേക്ക് ആവും നമ്മളെ? അതൊക്കെ ഉസ്താദിനും അറിയുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ അങ്ങനത്തെ കൃത്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കാം. എനിക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നെ അറിയുന്ന അതേ അറിവ് തന്നെയാണ് നമുക്കും ഉണ്ടാവുള്ളൂ. അല്ല, ഞാനൊരു എന്നുള്ളത് അല്ലാതെ അല്ല, മർക്കസിലാവുമ്പോ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉസ്താദിന്റെ അടുത്ത് കൂടുതൽ വിഷയങ്ങളൊക്കെ അറിഞ്ഞിട്ട് അല്ലല്ല. അതൊക്കെ എല്ലാവർക്കും അറിയണ പോലെ തന്നെയാണ് നമ്മൾ ഓഫീസിലുള്ളവർക്കും ആ വിഷയത്തിൽ. അത് ശരി. പിന്നെ ഈ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ എന്തിന് അങ്ങനെ പള്ളിക്ക് പിരിവ് എടുത്തില്ല എന്ന് പറയാൻ കാരണോ? നിങ്ങൾ എവിടുന്നാ ഇപ്പൊ വിളിക്കണത്? ഞാൻ ഗൾഫിൽ നിന്നാ വിളിക്കുന്നത്. ആരാണത്? പേര്? എന്റെ പേര് മുഹമ്മദ്. മുഹമ്മദ്? നാട്? ഞാനിവിടെ ദോഹയെന്നാ വിളിക്കുന്നത്.